അണ്ടർ ദ പാരീസ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു പുതിയ ഫ്രഞ്ച് സിനിമയാണ്. ഞാനൊരു മെഗ് പ്രതീക്ഷയാണ് ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്നത്. കാരണം ഒരു ഷാർക്ക് അറ്റാക്കുള്ള സിനിമ, വലിയൊരു ഷാർക്ക് അറ്റാക്കിങ് സിനിമ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മെഗ്ഗാണ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. മെഗ് പ്രതീക്ഷയാണ് ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്നത്. പക്ഷേ മെഗ്ഗൊന്നുമല്ല, എൻ്റയർലി ഡിഫറെൻറ്റ് സിനിമ. ഒരു 2024 ഒക്കെ തന്നെയാണ് അതിനകത്ത് കാണിക്കുന്നത്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഓഷൻ, അങ്ങനെ പുതിയ ജനറേഷനിലുള്ള ഷാർക്സ് വരുന്നു. അപ്പോൾ ഇതിനകത്ത് ലിലിത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഷാർക്ക്, ആക്ച്വലി ഷാർക്ക് അത്രയും വലുതാവാൻ പാടില്ലായിരുന്നു, അത് അത്രയും വലുതായി പോകുന്നു. അത് പുതിയ ജെനറ്റിക്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പൊല്യൂഷൻ, പ്ലാസ്റ്റിക്കിൻ്റെ ഇത്, ആ സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഷാർക്ക് വലുതായി പോകുന്നത്. അപ്പം സിനിമ തുടങ്ങുന്നത് സോഫിയ എന്ന് പറയുന്ന ക്യാരക്ടറും അവരുടെ ടീമും കൂടി ഈ ലിലിത്തിനെ അതിനെ ഒരു GPS വെക്കാനായിട്ട് പോകുന്നു. അവിടെ വെച്ചിട്ട് ഈ ഷാർക്ക് ഇവരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നതും അവിടെയാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോഴാണ് ഈ ഒരു വലിയ ഷാർക്കിനെ കാണിച്ചു തുടങ്ങുന്നത്. പിന്നെ ഈ ഷാർക്ക് കുറേ കാലത്തേക്ക്, അല്ലെങ്കിൽ ഒരു 3 വർഷം കഴിഞ്ഞിട്ടുള്ള കഥയാണ് കാണിക്കുന്നത്. സോഫിയ ഒരു മ്യൂസിയത്തിൽ, അല്ലെങ്കിൽ ഒരു അണ്ടർ വാട്ടർ മ്യൂസിയത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ മിക്ക എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഒരു എൻവയോൺമെൻറ്റലിസ്റ്റാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുമല്ലോ ഒരു എൻവയോൺമെൻറ്റലിസ്റ്റ്. ഒരു ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടി വരുന്നു. ഈ സോഫിയ എടുത്ത് ഈ ഒരു ഷാർക്ക് പാരീസിലെ ഏതോ ഒരു റിവറിലുണ്ട്. അല്ലെങ്കിൽ പാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അണ്ടർ ഗ്രൗണ്ടിൽ ഫുള്ള് വെള്ളമുള്ളൊരു സിറ്റിയാണല്ലോ. അത് കുറേ റിവേഴ്സും ബ്രിഡ്ജസും ഒക്കെ ഉള്ളതാണ്, നമുക്ക് പാരീസിനെ പറ്റി അറിയാവുന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നതും, പിന്നെ അതിനെ ഈ സോഫിയ അത് തപ്പിപ്പോകുന്നതും, ഈ മിക്ക എന്ന് പറയുന്ന പെൺകുട്ടി ഇതിനെ കൊല്ലാൻ സമയത്തില്ല. അതിൽ അങ്ങനെ ഉണ്ട്, അതെല്ലായിടത്തും ഒരു ക്യാരക്ടർ അങ്ങനെ കാണും. അവസാനം അതിനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും ഷാർക്ക്. അത് തന്നെ ഇതിനകത്ത് സംഭവിക്കുന്നൊക്കെ ഉണ്ട്. മിക്കനെ ഷാർക്ക് പിടിച്ചുകൊണ്ട് പോകും. അതിവിടെ പിടിക്കായിരിക്കും. കുറേ ഭയങ്കര വലിയ ബ്ലഡ് ബാത്ത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ മാസക്കറൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് ഒരു കിടില സീനാണ്. ഈ കാറ്റക്കോംബ് എന്ന് പറയുന്നൊരു സാധനം പാരീസിലുണ്ട്. അതായത് അണ്ടർ ഗ്രൗണ്ടിൽ വെള്ളത്തിനിടയിൽ കുറേ ആളുകളുടെ സ്കെൽറ്റൻ സംഭവങ്ങൾ ഉള്ള എത്ര ബില്യൺ എത്ര ആളുകളുടെ സ്കെൽറ്റനൊക്കെ ഉള്ള സംഭവമുണ്ട്. അവിടെയാണ് ഈ ഒരു ഷാർക്ക് ബ്രീഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞു പോകുന്നത്. ആക്ച്വലി ഈ ഒരു ഷാർക്കിന് മെയിൽ വേണ്ട ബ്രീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഈ ലിലിത്ത് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മെയിൻ മദർ, അതാണ് ഇതിനെല്ലാം ബ്രീഡ് ചെയ്തത്. അപ്പോൾ അതിനെ കൊല്ലാനായിട്ട് ഇവർ നോക്കുന്നതും, അതിനിടയ്ക്ക് പാരീസിൽ ഒരു വലിയ സ്വിമ്മിങ് പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ മേയറിൻ്റെ എന്ന് പറയുന്നുണ്ട് ഇത് നടത്തി കഴിഞ്ഞാൽ വലിയ വിഷയമാവും എന്നൊക്കെ. ഇവിടെ മേയർ അത് കേൾക്കത്തില്ല. അവസാനം ഇവരെല്ലാം കൂടെ വെള്ളത്തിറങ്ങുന്ന സമയത്ത് ഷാർക്കുകൾ വരുന്നു. പിന്നെ അവിടെ മൊത്തത്തിലൊരു ചുവന്ന ഇതാവുന്നതും, മൊത്തത്തിൽ ഭയങ്കര അണ്ടർ ദ പാരീസ് എന്നുള്ള സാധനം പാരീസിൽ വെള്ളത്തിനടിയിലായ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് ഈ സിനിമ നിൽക്കുന്നത്. ഇത് കണ്ട സമയത്ത് കുറച്ച് നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കും ഈ ഒരു സിനിമയിൽ നിന്ന് തുടക്കം കാണുന്ന സമയത്ത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച സാധനമൊന്നും സിനിമയ്ക്ക് അന്ന് കിട്ടില്ല എന്നുള്ളതൊരു ഇതാണ്. ഭയങ്കര ടെറിഫിക്കായിട്ടുള്ളൊരു ഷാർക്കിനെ കാണിക്കുന്നെങ്കിലും ഷാർക്കിനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഷാർക്കിനെ കാണിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആകെ 1-2 വട്ടമാണ് ഷാർക്കിനെ നല്ലതായിട്ട് കാണിക്കുന്നത്. പിന്നെ ഷാർക്ക് ഒരു ബോട്ടിനെ എടുത്തെറിയുന്നൊരു സീനുണ്ട്. അതിൽ നമുക്കത് VFX ആണെന്ന് കാണുമ്പോഴേ മനസ്സിലാവും. എന്താണെന്നല്ല, കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് അതിനകത്ത് ഫീൽ ചെയ്തു ആ ഒരു സീനിൽ മാത്രം. അല്ലാതെ വെള്ളത്തിനുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ സോഫിയ എന്ന് പറയുന്ന ക്യാരക്ടർ, ആഡിൽ എന്ന് പറയുന്നൊരു പോലീസ് ഓഫീസറുണ്ട്. ഇവരെല്ലാം കൂടെ ഇത് എങ്ങനെയെങ്കിലും ആൾക്കാരെയൊക്കെ സേവ് ചെയ്യണം എന്നുള്ള രീതിയിൽ പോകുന്നതും അവസാനം ഇതെല്ലാം കൂടെ ഒരു വലിയ മിസ്സാവുന്നതും ഒക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഞാൻ ഒരു മെഗ് അങ്ങനെ അല്ലെങ്കിൽ അതേപോലുള്ള വലിയ ഷാർക്ക് അറ്റാക്ക് അവസാനം ഷാർക്കിനെ കൊല്ലുന്നതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചു പോയത്. പക്ഷേ ഇത് ഒരു സർപ്രൈസാണ് നമുക്ക് തന്നത്. കാരണം ഇതിനകത്ത് അവസാനം ഷാർക്കിനെ കൊന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇവർ മൊത്തം സിനിമ തീരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരീസ് മൊത്തം വെള്ളത്തിനടിയിലാവും. അവിടെ അങ്ങനെയാണ് ഒരു സിനിമ. വെള്ളത്തിനടിയിൽ എന്ന് വേണം പറയാൻ പറ്റില്ല, വെള്ളം കൊണ്ട് കുറേ വെള്ളമാകും. അങ്ങനെയാണ് ഒരു സിനിമ എടുക്കുന്നത്. ഫുള്ള് ഷാർക്ക് അവിടെ ഫുള്ള്. അതായത് സാധാരണ ഷാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ വാട്ടറിലാണല്ലോ, ഇത് ഫ്രഷ് വാട്ടറിലും ഷാർക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ പുതിയ സർവൈവൽസ് ഇതിൻ്റെ ഇതായിട്ട് സീയിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്ന് ബ്രീഡ് ചെയ്തിട്ട് പോകുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തൊക്കെയോ ടെക്നിക്കൽ ടൈംസൊക്കെ ഇവർ പറയുന്നുണ്ട്. അത്ര മെഗ്ഗിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് മെഗ്ഗ് കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ട് ലിലിത്ത് ഇങ്ങനെ ആയി എന്നൊന്നും ഇവർ പറയുന്നതും കാണിക്കുന്നതും ഇല്ലാത്തൊരു ഇതാണ്. ആദ്യമേ ഒരു വലിയ ആ ഒരു ഷാർക്കിനെ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ ഷാർക്ക് അങ്ങനെ ആയി എന്നൊന്നും ഒരു എക്സ്പ്ലനേഷൻ തന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ബ്ലഡ് ഷെഡുള്ള സിനിമകൾ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല സിനിമ, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറുള്ള സിനിമ കാണാം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും അണ്ടർ ദ പാരീസ് എന്ന് പറയുന്നത്.